ഹലോ ഗൈസ്, നമ്മളങ്ങനെ ദന്തേലിയിൽ റിസോർട്ടിലെത്തിയിരിക്കുന്നു. ഇനി നമ്മൾ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് റിസോർട്ടാണ് കാണുന്നത്. ദന്തേലിയിലുള്ള റിസോർട്ടാണ് കാണുന്നത്. ഹലോ ഗൈസ്, നമ്മളുടെ റൂമിൽ ഉള്ള ആളുകളാണ്. ഹലോ ഗൈസ്, ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ ഭക്ഷണത്തിൻ്റെ സ്ഥലമാണ്. അപ്പോൾ ഭക്ഷണമൊന്നും ആയിട്ടില്ല, ഭക്ഷണം ആവുന്നേ ഉള്ളൂ. പിന്നെ ഇത് ടീ, ഇത് കോഫി. അപ്പോൾ നമുക്ക് ഒരു കോഫി കുടിക്കാം. എന്നിട്ട് ഇവിടെ ഓണാക്കണം. എന്നിട്ട് ഇവിടെ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ചായ വന്ന് ഇവിടെ ഓഫാക്കുക. എന്നിട്ട് നമുക്ക് ചായ കിട്ടി. ഇവിടെ സ്റ്റേജാണ്. സ്റ്റേജിൻ്റെ മേലെ ഇവർ കഴിക്കുന്ന സാധനം ഇട്ടാണ്. പിന്നെ താഴത്ത് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പുറത്ത് കാർ പാർക്കിംഗ്, പിന്നെ അവിടെ അപ്പുറത്ത് ക്യാമ്പ് ഫയറിൻ്റെ സംഭവങ്ങളൊക്കെയാണുള്ളത്. പിന്നെ അപ്പുറത്ത് സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂള് ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിയാൽ ഇപ്പം നിങ്ങൾ കാണാം. ഹലോ ഗൈസ്, നമ്മുടെ ഭക്ഷണം ഇവിടെ സ്റ്റാർട്ടായിരിക്കുന്നു. ഹലോ ഗൈസ്, നമുക്കങ്ങനെ ദന്തേലിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. ബ്രെഡും ചീസും ഉണ്ട്, പിന്നെ മക്രോണി ഉണ്ട്, പിന്നെ ഇഡ്ഡലി ഉണ്ട്, സാമ്പാർ, ചട്നി. പിന്നെ അത് തിന്നാൻ വേണ്ടിയിട്ട് സ്പൂണ് വേണമെങ്കിൽ സ്പൂണുണ്ട്, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ തിന്നാം. പിന്നെ ടീ വേണമെങ്കിൽ ടീ ഉണ്ട്, കോഫി ഉണ്ട്. ഫസ്റ്റ് മക്രോണിയാണ് തിന്നുന്നത്. പിന്നെ ഇഡ്ഡലിയാണ് തിന്നുന്നത്. സാമ്പാർ മുക്കി തിന്നുകയാണ്. ഹലോ ഗൈസ്, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാനുണ്ടായിരുന്നത് ഇഡ്ഡലി ഉണ്ടായിരുന്നു, പിന്നെ മക്രോണി ഉണ്ടായിരുന്നു, പിന്നെ ബ്രെഡും ജാമും ഉണ്ടായിരുന്നു, ബ്രെഡും ബട്ടറും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഉഴുന്നുവട ഉണ്ടായിരുന്നു. ഉഴുന്നുവട എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ഉഴുന്നുവട ഉണ്ടായിരുന്നു, ക്രിസ്പി ഉഴുന്നുവടയായിരുന്നു. ഇനി നമുക്ക് ഈ റിസോർട്ടൊന്ന് ഫുള്ളൊന്ന് കാണിച്ചു തരാം. ഇത് മറ്റേ ഷട്ടിൽ ബാറ്റ്, ക്രിക്കറ്റ്, പിന്നെ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ അപ്പുറത്ത് സ്വിമ്മിംഗ് പൂളുണ്ട്, ഫുട്ബോളുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ റൂംസാണ് കാണുന്നത്. ഇതൊക്കെ റൂംസാണ്. പിന്നെ ഇതിൻ്റെ പേര് മനോമായ ദി ലേക്ക് വ്യൂ കോട്ടേജസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഇതൊക്കെ കാണുന്നത് ഓരോരോ റൂംസ് തന്നെയാണ്, കോട്ടേജസ് തന്നെയാണ്. 1 2 3 4 5 6 കോട്ടേജസ് ആയിട്ടാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ രാത്രി
ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ട് നിർമ്മിച്ച സ്ഥലങ്ങളാണിത്. രാത്രി ഇവിടെ നല്ല മൂടൽമഞ്ഞ് തണുപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനു വേണ്ടി നിർമ്മിച്ചതാണ്. ഇവിടെ തീ കത്തിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് വെയിൽ വന്നിട്ടുണ്ട്, ഇപ്പോൾ കുറച്ച് ചൂടുണ്ട് ഇപ്പോൾ. പിന്നെ അവിടെ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്, കാറായിട്ട് വരുന്നവർക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഈ ഭക്ഷണത്തിൻ്റെ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ക്യാരംസ് കളിക്കുന്ന ബോർഡ്സൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഗ്രിൽഡ് ചിക്കന് അതൊക്കെ ചുട്ട് തിന്നുന്ന സ്ഥലമാണിത്. അതിപ്പോൾ ഓപ്പൺ അല്ല, രാത്രിയാണ് ഓപ്പൺ ആവുള്ളൂ. എല്ലാതും അങ്ങനെ തന്നെയാണ്, ഇവിടെ അവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ അപ്പുറത്ത് കാണുന്നത് ചെറിയ ചെറിയ ടെൻറ്റുമാരുള്ള സംഭവങ്ങളാണ്. ഈ കപ്പിൾസിന് വൈഫ്സ് ഇവർക്കൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സ്ഥലങ്ങളാണ്. 1 2 3 4 5 6 ടെൻറ്റ് കപ്പിൾസിനും പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫിനും ഇങ്ങനെ ടൂർ വരുന്നിട്ട് താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണത്. ഇതിലെ വണ്ടി പോകാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ റിസോർട്ടിൻ്റെ കാര്യങ്ങൾ. പിന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ കാണിച്ചു തന്ന് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇത് സ്വിമ്മിംഗ് പൂളിൻ്റെ ഫസ്റ്റ് വന്നിട്ട് എടുക്കുന്ന സ്ഥലമാണിത്. പിന്നെ ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇത് രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് DJ റെയിൻ ഡാൻസ് കളിക്കാനുള്ള സ്ഥലമാണിത്. മേലെ പൈപ്പൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ DJ ലൈറ്റ്സ് അവിടെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെയുള്ളൂ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ ആൾക്കാർ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങിയിട്ട് ഡ്രസ്സൊക്കെ ഇവിടെ ഉണക്കാട്ടുണ്ട്. ഇതിങ്ങനെ ഓരോരോ റൂംസായിട്ടാണ്, ഇങ്ങനെ നമ്പർ T1 T2 ഇതൊക്കെ 2 ആൾക്ക് വേണ്ടിയിട്ട് താമസിക്കാൻ പറ്റുന്ന ചെറിയൊരു ഇതാണ്. ഞാൻ ഫസ്റ്റ് കാണിച്ചത് നമ്മളെല്ലാവരും കൂടി താമസിക്കുന്നത് ഡോർമെറ്ററിയാണ്. അത് ഒരു ഡോർമെറ്ററിയിൽ 14 പേർക്ക് കിടക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഇത് ഫുട്ബോൾ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന കുറേ വാട്ടർ അഡ്വഞ്ചറായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ വീഡിയോ ഒക്കെ ഇതിൽ കാണിച്ചു തരാം. ഹലോ ഗൈസ്, നമ്മൾ ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും ബോട്ടിങ്ങിന് പോവുകയാണ്. ഇത് ദന്തേലിയിലുള്ള ഒരു സ്ഥലമാണിത്. ബോട്ടിങ്, റാഫ്റ്റ് ബോട്ടിങ് എല്ലാതും ഇവിടെ നിന്നാണ് നടത്തുന്നത്. അപ്പോൾ അങ്ങോട്ടിപ്പോൾ എല്ലാവരും പോവുകയാണ്. ഹലോ ഗൈസ്, ഇതാണ് ബോട്ടിങ്ങിൻ്റെ സ്ഥലം. ഇവിടെ ഓരോരോ സേഫ്റ്റി ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്.
പിന്നെ ഇവിടെ ജാക്കറ്റ്സ് ഒക്കെ ഉണ്ട്, പിന്നെ ഹെൽമെറ്റ്സ് ഉണ്ട്. നമുക്കിവിടെ ചെറിയ ബോട്ട് ഉണ്ട്, പിന്നെ വലിയ ബോട്ട് ഇതാ പോകുന്നു, അപ്പുറത്ത് പോകുന്നുണ്ട്. ഇത് തുഴയുന്ന സാധനമാണിത്, ബോട്ട്. പിന്നെ ഇത് ലൈഫ് ജാക്കറ്റിൻ്റെ പകരം വടാന്ന് പറയും. അത് ഈ സാധനം പൊങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ബോട്ടിൻ്റെ ചെറിയൊരു ഇതിൻ്റെ ഇതാണിത്. ഇതിലെത്ര ആൾ കയറുന്നു എനിക്ക് അറിയില്ല. നമ്മളിതാ എവിടെയാണ്? നമ്മൾ കയാക്കിങ്ങിന് വന്നാണ്. ഹലോ ഗൈസ്, നമ്മൾ ഇപ്പോൾ പോവുകയാണ്. ഈ സൈഡ് ഒരാളാക്കുന്ന അത് പോകുന്നല്ല. കോഴിക്കോട് പറഞ്ഞാലേ വെള്ളം ഉണ്ടാവും. വെള്ളം അവൻ തന്നെയാ. എന്താ പൊട്ടാ ഉണ്ടാവും. सब लोग स्विमिंग करना है. स्विमिंग. പിടിച്ചടാ, എനിക്കറിയാം. ഇതിനിടത്തേക്ക് കയറി ഇനിപ്പോ മാറ്റണോ? കൈ റെഡിയാവും. അടുത്ത സൈഡ് ആക്കുമ്പോ മാറാം. റൈറ്റ് സൈഡ് ബാക്ക് करना है. राइट साइड राइट साइड ओनली राइट साइड राइट साइड लेफ्ट साइड आदले ओए कुत्रा गंजेला बाटे
ഹലോ ഗൈസ്, നമ്മളുടെ ബോട്ട് റൈഡിങ് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ വേറെ കുറേ റൈഡിങ്സൊക്കെ ഉണ്ട്. പക്ഷേ അതിലൊന്നും ഞാൻ പോകുന്നില്ല, കാരണം എൻ്റെ ക്യാമറ വാട്ടർ പ്രൂഫ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് പോകുന്നില്ല ഇതിലൊന്നും. ഓക്കെ, ഹലോ ഗൈസ്, നമ്മളിപ്പോൾ വെസ്റ്റ് കോസ്റ്റ് പേപ്പർ മിൽസ് ലിമിറ്റഡ് ദണ്ഡേലിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അനുവാദമില്ല. ഹലോ ഗൈസ്, നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നു. ഉച്ചത്തെ ലഞ്ച് കഴിക്കാൻ. നമ്മുടെ ഉച്ചത്തെ ഭക്ഷണം, ദണ്ഡേലിയിലത്തെ ഉച്ചത്തെ ഭക്ഷണം പൊറോട്ട, നെയ്ച്ചോർ, ചിക്കൻ ഫ്രൈ, പിന്നെ പപ്പടം മരടെന്തോ ഐറ്റംസ് ഉണ്ട്, പിന്നെ സർലാസ്, പിന്നെ പനീർ ബട്ടർ മസാല, പിന്നെ നെയ്ച്ചോറ്, പിന്നെ എന്തോ ഒരു ലേഡീസ് ഫിംഗറിന് മരടൊരു ഐറ്റം ഉണ്ട്, പിന്നെ ഒരു പായസവും ഉണ്ട്, ഒരു ഗ്ലാസ്. ഇതാണ് ദണ്ഡേലിയിലത്തെ ലഞ്ചിൻ്റെ ഭക്ഷണം. വേണ്ട, നമ്മൾ റൂം മാറിയിരിക്കുന്നു. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ റൂം A2. അപ്പോൾ ഇവിടെ രണ്ടാക്കി കിടക്കാം. ഇത് ഡോർ ക്ലോസ് ചെയ്താൽ പിന്നെ ഇവിടെ രണ്ടാക്കി കിടക്കുക, ഇവിടെ രണ്ടാക്കി കിടക്കുക. പിന്നെ ഇവിടെ പറയുകയാണെങ്കിൽ ഒരു വാഷ് ബേഷൻ, പിന്നെ 2 ബാത്റൂമുണ്ട്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് 2 ബാത്റൂമുണ്ട്. ഇനി നമുക്ക് മേലേക്ക് പോകാൻ പറ്റും. സ്റ്റെയർ കയറി പോകണം. സ്റ്റെയർ കയറുകയാണ്. ഇവിടെ 3 എടുക്കുക. 1, 2. പിന്നെ ഇവിടെ കട്ടുണ്ട്. അങ്ങോട്ട് നോക്കിയാൽ അടിപൊളി വ്യൂ ആണ് അവിടെ. പിന്നെ ഇതേമാതിരി തന്നെ അതിൻ്റെ ബാക്കിലും അവിടെ ഇതുണ്ട്. 1, 2,
നാലാൾക്ക് 5 ആൾക്ക് കിടക്കാം അവിടെ. പിന്നെ ഇവിടെ ഒരു AC-ൻ്റെ ഇതുണ്ട്. പിന്നെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ റിസോർട്ടിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഇത് ഊരിയിട്ടുണ്ടെങ്കിൽ ഇതാവും, ഡിസ്കണക്റ്റ് ആവും. പിന്നെ പുറത്തുള്ള കാഴ്ച കാണിച്ചു തരാം. പിന്നെ അത് പുറത്തത്തെ കാഴ്ചയാണ്. ഇവിടെ അങ്ങനെ A3, A4, A5, A6. വാണിംഗ് കിട്ടോ? ഏതാ നമ്പർ വാണിംഗ്? ഹലോ ഗൈസ്, നമ്മളിപ്പോൾ റെയിൻ ഡാൻസിന് അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ഇവിടെ ഓപ്പൺ ആയിരിക്കും. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ പരിപാടി.
छोटूरा ये जो ആ ഹലോ ഗൈസ്, നമ്മളങ്ങനെ റൂമിലെത്തിയിരിക്കുന്നു. ഇവിടെ റൂമിൽ 3 ബെഡാണ് കണ്ടത്. അപ്പോൾ ഇനി നമ്മുടെ ഇവിടെയുള്ള വ്ളോഗ് ഡിന്നറോടുകൂടി ഇവിടുത്തെ ഡെലിറ്റ വ്ളോഗ് അവസാനിക്കും. നമ്മളിനി നാളെ ഗോവയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗോവത്തെ എല്ലാ കാര്യങ്ങളും ഇനി മനസ്സിലാക്കാം. ഓക്കെ, അതിന് മുമ്പ് ഡിന്നറുണ്ട്. ഡിന്നറിൻ്റെ ലൈൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുന്നതാണ്. നമ്മളുടെ രാത്രിത്തെ ഫുഡാണിത്. ചോറ്, പരിപ്പ് കറി, എഗ്ഗ്, പിന്നെ പപ്പടം, പിന്നെ എന്തൊരു സൂപ്പുണ്ട്, പിന്നെ ചിക്കൻ, പിന്നെ ഒരു ഐസ്ക്രീം, ചപ്പാത്തി, എന്തൊരു മീനിൻ്റെ എന്തോ ഇതുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ രാത്രിയത്തെ ഭക്ഷണം കഴിഞ്ഞിരിക്കുന്നു. രാത്രിയത്തെ ഡിന്നർ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്നത്തോടുകൂടി ദന്തേലി ട്രാവൽ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നതാണ്. ഇനി നാളെ ഗോവയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗോവയിലത്തെ ഫുൾ വ്ളോഗ് ഒരൊറ്റ വീഡിയോ ആയിട്ടാണ് ഇടുക, ഒരൊറ്റ എപ്പിസോഡ് ആയിട്ടാണ് ഇടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ദന്തേലി ഓൺലിയാണ്. ടുഡേ വ്ളോഗ് വാസ് ദന്തേലി വ്ളോഗ്. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ ഗോവ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ കോളേജിലേക്ക് പോകുന്നതാണ്, കോഴിക്കോട് പോകുന്നതാണ്. അപ്പോൾ അതിനെ ഇനി പ്രത്യേകം വീഡിയോ വേണമെങ്കിൽ ഷോർട്ട്സ് ആയിട്ട് എടുത്തിട്ട് ഇടുന്നതായിരിക്കും. താങ്ക് യു.